നമസ്കാരം. ന്യൂസ് റൂം ലൈവിലേക്ക് പ്രധാന വാർത്തകൾ. കേരള കോൺഗ്രസ് മാണിയെ തിരികെ എത്തിക്കാൻ സമയമായെന്ന് ലീഗ്. UDF-നെ ശക്തമാക്കാൻ വിട്ടുവീഴ്ച വേണ്ടിവരുമെന്ന് PMA സലാം ന്യൂസ് 18നോട്. ലീഗിന്റെ തുറന്നു പറച്ചിൽ ജോസഫ് വിഭാഗത്തിന്റെ എതിർപ്പിനിടെ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധം കടുപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ്. ഉച്ചയ്ക്ക് സെക്രട്ടേറിയറ്റ് മാർച്ച്, സുരക്ഷ ശക്തമാക്കി പോലീസ്. UDF ഏകോപന സമിതി യോഗം തിരുവനന്തപുരത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പ് ചർച്ചയാകും. പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക്. സന്ദർശനം 2 ദിവസം. കൊച്ചിയിൽ റോഡ് ഷോ. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വേഗത്തിലാക്കി BJP. ഗവർണർ ഇന്ന് പൊന്നാനിയിൽ. പ്രതിഷേധവുമായി SFI. എരമംഗലത്ത് SFI ബാനർ ഉയർത്തി. സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിന് സാധ്യത. പ്രഖ്യാപനം അനുമതി ലഭിച്ചാലുടൻ. കുർബാന വിഷയത്തിലടക്കം തീരുമാനമെടുക്കുക പുതിയ നേതൃത്വം. ശിവസേന MLA-മാരുടെ അയോഗ്യതയിൽ തീരുമാനം ഇന്ന്. സ്പീക്കറുമായി ചർച്ച നടത്തി ഏക്നാഥ് ഷിൻഡെ. ജഡ്ജി പ്രതിയെ കണ്ടതുപോലെയെന്ന് ഉദ്ധവ് താക്കറെ. തീരുമാനമെതിരായാൽ കോടതിയെ സമീപിക്കാൻ ഇരുപക്ഷവും. കേരള കോൺഗ്രസിനെ UDF-ലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള സമയമായെന്ന് മുസ്ലിം ലീഗ്. കേരള കോൺഗ്രസ് മടങ്ങിവരാൻ തയ്യാറാണോ എന്ന സൂചന കിട്ടിയാൽ ഉടൻ ചർച്ച തുടങ്ങണമെന്നാണ് ലീഗ് നിലപാട്. മുന്നണി വിപുലീകരണത്തിനായുള്ള വിട്ടുവീഴ്ചയ്ക്ക് UDF ഘടകകക്ഷികൾ തയ്യാറാകണമെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായി സംസാരിക്കുകയായിരുന്നു PMA സലാം. ജോസഫ് വിഭാഗത്തിന്റെ എതിർപ്പിനിടെയാണ് ലീഗ് നിലപാട് വ്യക്തമാക്കുന്നത്. കേരള കോൺഗ്രസ് മാണിയെ UDF-ലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് എന്ത് തടസ്സമാണ് ഉള്ളത്? അല്ല, അത് നമ്മളല്ലല്ലോ, അവർ വരാനും തയ്യാറാകണ്ടേ. അവർ വരാൻ തയ്യാറാകാതെ ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് കാര്യമുണ്ടോ? അവരെന്തുകൊണ്ടാണ് പോയത്? അവരുടെ ശ്രീ മാണിയെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കിയ അപവാദങ്ങൾ, കള്ളക്കേസുകൾ, ഇതൊക്കെയില്ലേ ധാരാളം. ആ കുടുംബത്തെക്കുറിച്ച്, പിന്നെ വോട്ടെണ്ണുന്ന മെഷീനെക്കുറിച്ച് ഇത്രയും അപവാദം കേരളത്തിൻ്റെ ഒരു മന്ത്രിയെക്കുറിച്ച് ആരെങ്കിലും എക്കാലത്തെയും പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടോ? ആ ആളുകൾ ഇപ്പോഴും ആ പാർട്ടിയോട്, ഇടതുപക്ഷ മുന്നണിയിലെ നേതാക്കന്മാർ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കാണിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ലേ? ഒരു MP ജനപ്രതിനിധിയായിട്ട് പോലും കേൾക്കേണ്ടി വരുന്ന അവഹേളനങ്ങളും അപഹാസങ്ങളും നമ്മൾ കാണുന്നില്ലേ? വല്യേട്ടൻ മനോഭാവം. നേരെ മറിച്ച് UDF-ൽ അതില്ലല്ലോ. കേരള കോൺഗ്രസ് മാണിയുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. KM മാണിയും PK കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള അടുപ്പം അത് കേരള രാഷ്ട്രീയത്തിൽ അറിയാവുന്ന കാര്യമാണ്. അത്രമാത്രം പ്രബലരായിരുന്നു ആ രണ്ടുപേരും. പക്ഷേ ഇപ്പോൾ UDF-ൽ നിന്ന് ഒരു ശ്രമവും കേരള കോൺഗ്രസ് മാണിയെ തിരികെ കൊണ്ടുവരുവാൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ട് മുസ്ലിം ലീഗ് അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നില്ല എന്ന ചോദ്യം ഉയരും. മുസ്ലിം ലീഗിന് താല്പര്യമില്ല ഒരു പാർട്ടി വരുന്നത്? അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാണി കേരള കോൺഗ്രസ്സിന് UDF-ലേക്ക് തിരിച്ചു വരണം എന്നൊരു താല്പര്യം ഉണ്ടാകുക. 2, UDF അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അവരുമായി സംസാരിക്കാനോ അവരെ സ്വീകരിക്കാനോ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. ഇത് രണ്ടുണ്ടാണല്ലോ. അത് ആദ്യം ഉണ്ടാകുന്നത് മാണി കേരള കോൺഗ്രസ് ഞങ്ങൾ LDF വിടാൻ തയ്യാറാണ് എന്നുള്ളൊരു സന്ദേശം കിട്ടണ്ടേ. അത് കിട്ടാതെ നമ്മൾ അപ്പുറത്തുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ എന്തെങ്കിലും അങ്ങനെ വേണ്ട, തൽക്കാലം അവരവിടെ നിന്നാൽ മതി, ഞങ്ങൾക്ക് ഇവിടെ മുന്നണി സംവിധാനവുമായിട്ട് മുന്നോട്ട് പോകാൻ അറിയാം എന്ന രീതിയിലാണ് UDF-ന്റെ സമീപനം. അങ്ങനെയല്ല, പക്ഷെ അവരില്ലെങ്കിലും UDF നിലനിൽക്കണ്ടേ. കേരള കോൺഗ്രസ് വന്നില്ലെങ്കിലും UDF-ന് സംഘടനാ സംവിധാനവും മുന്നണി സംവിധാനവും നിലനിൽക്കണം, തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കണം, വിജയിക്കണം, ഇതൊക്കെയുണ്ട്. അത് വന്നാൽ ഒരാൾ കൂടിയാൽ അത്രയും നല്ലത്. എത്ര എണ്ണാന്നിപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അതാരായിരുന്നാലും UDF-ന്റെ ആശയങ്ങളുമായി സഹകരിച്ച് നേരത്തെ ഇതിലുണ്ടായിരുന്ന ആളുകളൊക്കെ വന്നാൽ UDF-നെ സംബന്ധിച്ചോളം നല്ലതാണ്. ഇപ്പോൾ ഒരു മുന്നണിയിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ അത് മറ്റേ മുന്നണി സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണല്ലോ കേരള കോൺഗ്രസ് മാണിയെ LDF-ലേക്ക് കൊണ്ടുവന്നതും. KM മാണിയുടെ ഓരോ നീക്കങ്ങളും കൃത്യമായിട്ട് LDF വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് UDF-ൽ നിന്ന് എത്രമാത്രം അവഗണന വരുന്നുണ്ട് എന്ന കാര്യം അവിടെ കൃത്യമായി നിരീക്ഷിക്കപ്പെടുകയുണ്ടായി. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം UDF-നാണ് ഉണ്ടായിരിക്കുന്നത്. LDF-ൽ കേരള കോൺഗ്രസ് തൃപ്തരാണ് എന്ന കാര്യത്തിൽ 100% ഉറപ്പ് പറയാൻ ഇപ്പോൾ പറ്റുകയില്ലല്ലോ. സമീപകാലത്തെ പല സംഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ
അപ്പോൾ അന്ന് LDF കാണിച്ച ആ ഒരു തന്ത്രപരമായ ഒരു സമീപനം അത് UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടോ ഇല്ലയോ എന്നാണ് ഞാനത് ആത്യന്തികമായി ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ ആ സമീപനം തന്ത്രപരമായതുകൊണ്ട് അതിന് മറുപടി പറയാൻ കഴിയില്ല. അപ്പോൾ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. തന്ത്രപരമായ സമീപനങ്ങളായതുകൊണ്ട് അത് പരസ്യപ്പെടുത്തുന്നത് അപകടകരമായിരിക്കും. കോൺഗ്രസിന് അങ്ങനെ ഒരു താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് മുസ്ലിം ലീഗ് അന്വേഷിച്ചിട്ടുണ്ടോ? അല്ല, UDFിൽ ഇക്കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അപ്പോഴല്ലേ അറിയുള്ളൂ. അല്ല, ഇത് UDFിൽ ചർച്ച വേണ്ടല്ലോ. ഇത് പരസ്പരം നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയത്തിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയം പുറത്തു പറയാവുന്നതല്ലല്ലോ. UDFിൻ്റെ തീരുമാനമല്ലേ നമുക്ക് പുറത്തു പറയാൻ പറ്റൂ. ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അവരുടെ ഒരു എതിർപ്പ് ഇക്കാര്യത്തിലുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അവരും പലതവണ പറയുന്നുണ്ട്, അവർ ചർച്ചകളിലുമൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ മതി UDF സംവിധാനത്തിൽ, മറ്റേ കേരള കോൺഗ്രസ് അത് അവർ പോയതല്ലേ, അവരങ്ങനെ തന്നെ നിന്നോട്ടെ എന്നുള്ളത്. ആ ഒരു എതിർപ്പ് പ്രശ്നമാകുന്നുണ്ടെന്നാൽ അല്ല, അങ്ങനെയല്ല. ഈ കാര്യം UDF ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യുമ്പോഴാണ് അതിലൊരു തീരുമാനം ഉണ്ടാകുക. അതിലേക്കുള്ള ചർച്ചകൾ പോകേണ്ട സമയമായിട്ടുണ്ട്. ചർച്ച വരുമോ എന്നുള്ള അജണ്ട കണ്ടിട്ടില്ല. ഏതായിരുന്നാലും പിന്നെ എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും UDF ചർച്ച ചെയ്യും. അതെന്താണ് അങ്ങനെ ചർച്ച വേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടെന്ന് താങ്കൾ പറയുന്നത്? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അതിനുള്ള സജ്ജീകരണങ്ങൾ തുടങ്ങണം. അതുകൊണ്ട് മുന്നണി സംവിധാനം വിപുലപ്പെടുത്തുവാനും ശ്രമിക്കണം. മുന്നണി സംവിധാനം വിപുലപ്പെടുത്തണമെന്ന് നേരത്തെയുള്ള തീരുമാനമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. സർക്കാരിനെതിരായ തുടർ പ്രതിഷേധ പരിപാടികൾ ചർച്ച ചെയ്യാൻ UDF ഏകോപന സമിതി യോഗം ചേരും. 10:30 പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിലാണ് യോഗം. വരും ദിവസങ്ങളിലും വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തിലേക്ക് വലിയ രീതിയിൽ യൂത്ത് കോൺഗ്രസ് കടക്കുകയാണ്. രാവിലെ 12 മണിയോടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് സംസ്ഥാന ഉടനീളമുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്കൊക്കെ മണ്ഡലം ആസ്ഥാനങ്ങളിലേക്കൊക്കെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്താനുള്ള തീരുമാനത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടന്നിരിക്കുന്നു. ഐശ്വര്യ ചേരുന്നു. ഐശ്വര്യ, എങ്ങനെയാണ് പ്രതിഷേധ പരിപാടികൾ തീരുമാനിച്ചിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും അബിൻ വർക്കിയായിരിക്കും ഈ കാര്യങ്ങളിലൊക്കെ തീരുമാനം അറിയിക്കേണ്ടത്. എന്താണ് അവിടെ നിന്നുള്ള വിവരം? ധന്യ, സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിനാണ് യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സമരജ്വാല സംഘടിപ്പിക്കുമെന്ന് അബിൻ വർക്കി അറിയിച്ചിരുന്നു. അതിന് പിന്നാലെ ഇന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. സർക്കാരിനെതിരായ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ നാളുകൾ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചതാണ്. ആ സമരത്തിന്റെ പേരിലായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് വളഞ്ഞുകൊണ്ടുള്ള പോലീസിന്റെ അറസ്റ്റ്. അതിൽ വലിയ പ്രതിഷേധമായിരുന്നു. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. അതിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ഒരുപക്ഷെ ആ മാർച്ചിൽ മാത്രം ഒതുങ്ങില്ല. വരും മണിക്കൂറുകളിലും ശക്തമായ പ്രതിഷേധങ്ങൾ ജില്ലാ കേന്ദ്രങ്ങളിൽ എല്ലായിടങ്ങളിലും സംഘടിപ്പിക്കുമെന്നുള്ള അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഏതാണ്ട് 12 മണിയോടുകൂടി സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തും. ഇന്നത്തെ മാർച്ച് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സംഘർഷത്തിലേക്ക് കടക്കാൻ, കഴിഞ്ഞ മാർച്ചിലുണ്ടായ സംഘർഷത്തിന്റെ പേരിലാണല്ലോ നടപടിയെടുത്തിരിക്കുന്നത് രാഹുലിനെതിരെ. അപ്പം ഇന്നത്തെ മാർച്ച് സമാധാനപരമായി കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം യൂത്ത് കോൺഗ്രസ് എടുക്കാൻ സാധ്യതയുണ്ട്. എത്രത്തോളം സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ? വലിയ സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ സമരം, അതായത് ഈ ഏത് സമരത്തിന്റെ പേരിലാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നത്, ആ സമരം നമ്മൾ കണ്ടതാണ്. ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് അന്ന് മാർച്ച് നടത്തിയ. ആ മാർച്ചിൽ പ്രതിപക്ഷ നേതാവ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം ഈ മാർച്ചിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടക്കുന്നു. പിന്നെ നമ്മൾ കണ്ടത് തലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളമാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. സമാനമായ സാഹചര്യത്തിലേക്ക് പോകുമെന്ന് കണ്ടു
തന്നെ അറിയണം. പക്ഷെ അത്തരത്തിലുള്ള ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. സ്വാഭാവികമായും സംസ്ഥാന അധ്യക്ഷൻ അറസ്റ്റിലാവുന്ന സാഹചര്യം, അതുകൊണ്ട് തന്നെ പ്രവർത്തകർ പ്രകോപിതരാവാൻ സാധ്യതയുണ്ട്. ആ രീതിയിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് വലിയ ഒരു പോലീസ് സന്നാഹം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അണിനിരക്കും. രാവിലെ തന്നെ ഏതാണ്ട് 11 മണിയാണ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും 12 മണിയോടുകൂടി മാർച്ച് നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ മാർച്ച് വരുന്ന സമയത്ത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു വലിയ സന്നാഹം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അണിനിരക്കും. വലിയ ഒരു സുരക്ഷ ഒരുക്കിക്കൊണ്ട് നേരത്തെ കഴിഞ്ഞ നാളുകളിൽ കണ്ടതുപോലെ ഒരു യുദ്ധക്കളമാകുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനാകുന്നത്. ശരി, ഏകോപന സമിതി യോഗം എപ്പോഴാണ് ആരംഭിക്കുന്നത്? എല്ലാവരും പങ്കെടുക്കുന്നുണ്ടോ? രാവിലെ 10:30ക്കാണ് ഏകോപന സമിതി യോഗം ചേരുന്നത്. അതിൽ പ്രധാനമായും സർക്കാരിനെതിരായ തുടർ പ്രതിഷേധ പരിപാടികൾ ചർച്ചയാകും. രാവിലെ 10:30ക്ക് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൌസിലാണ് യോഗം ചേരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യും. ഒപ്പം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോലീസ് നടപടി അത് ചർച്ച ചെയ്ത് വരും നാളുകളിൽ ഏത് രീതിയിൽ ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിദേശത്തായതിനാൽ KPC അധ്യക്ഷൻ K സുധാകരൻ യോഗത്തിൽ പങ്കെടുക്കില്ല. അതിനുശേഷം, അതായത് UDFന്റെ ഏകോപന സമിതിക്ക് ശേഷം വൈകുന്നേരം 3 മണിക്ക് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ കൂട്ടായ്മയായ UDYFന്റെ യോഗവും കണ്ടോൺമെന്റ് ഹൌസിൽ നടക്കും. അതായത് സർക്കാരിനെതിരായ പ്രതിഷേധങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ഇന്ന് ചേരുന്ന യോഗങ്ങളുടെ ലക്ഷ്യം. നന്ദി ഐശ്വര്യ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിൽ. അടുത്ത ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമാണ് മോദി സംസ്ഥാനത്തുണ്ടാവുക. ചൊവ്വാഴ്ച വൈകിട്ട് കൊച്ചിയിൽ മോദി റോഡ് ഷോ നടത്തും. ബുധനാഴ്ച ഗുരുവായൂരിൽ ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചിയിൽ മടങ്ങിയെത്തുന്ന പ്രധാനമന്ത്രി പാർട്ടി നേതൃയോഗത്തിലും പങ്കെടുക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുക്കും. ഗവർണർ ഇന്ന് പൊന്നാനിയിലെത്താനിരിക്കെ പ്രതിഷേധ ബാനറുമായി SFI. എരമംഗലത്താണ് SFI ബാനർ ഉയർത്തിയത്. കോൺഗ്രസ് നേതാവ് PT മോഹനകൃഷ്ണൻ അനുസ്മരണത്തിൽ പങ്കെടുക്കാനാണ് ഗവർണർ എത്തുന്നത്. CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഗവർണർ എവിടെ പോകുന്നു? അവിടെ പ്രതിഷേധം എന്നുള്ളതിലേക്ക് മാറിയിരിക്കുന്നു കാര്യങ്ങൾ. എങ്ങനെയാണ് മലപ്പുറത്തെ പ്രതിഷേധം? ഗവർണർ എപ്പോഴെത്തും? വിവരങ്ങൾ. ധന്യ, ഇന്ന് 11 മണിക്കാണ് ഗവർണർ പങ്കെടുക്കുന്ന PT മോഹനകൃഷ്ണൻ അനുസ്മരണ ചടങ്ങും അവാർഡ് വിതരണവും ഉള്ളത്. ഇത് നടക്കുന്നത് പൊന്നാനിക്കടുത്ത് എരമംഗലത്താണ്. പൊന്നാനിയിൽ ആണ് ഇപ്പോൾ ഗവർണർക്കെതിരെ SFIയുടെ ബാനർ ഉയർന്നിരിക്കുന്നത്. അദ്ദേഹം വരുന്ന വഴിയിൽ 2 ഇടങ്ങളിലായിട്ടാണ് ബാനർ ഉള്ളത്. വലിയ പ്രതിഷേധം ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത്. പക്ഷേ നേരത്തെ യൂത്ത് കോൺഗ്രസ് അടക്കം ഗവർണർ ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെതിരെ പ്രതിഷേധം സാമൂഹ്യ മാധ്യമങ്ങളിൽ അറിയിച്ചിരുന്നെങ്കിലും പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിന്മാറുന്ന സാഹചര്യമാണ് ഉള്ളത്. ഒരു രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇന്നത്തെ പരിപാടി ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് മോഹനകൃഷ്ണൻ സ്മാരക സമിതിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇടതുപക്ഷ MLA-മാരടക്കം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ഒരു വലിയ മുന്നൊരുക്കങ്ങൾ, വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഗവർണറുടെ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇനി ഗവർണർ വളരെ കുറച്ച് ദൂരം മാത്രമാണ് മലപ്പുറത്ത് അദ്ദേഹം ഉള്ളത്. തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. വരുന്ന വഴിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ എന്ന മുൻകരുതലിൽ പോലീസ് അവിടെയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ പോയപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നെങ്കിലും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ അദ്ദേഹം തിരിച്ചെത്തി. പുറത്തിറങ്ങി സമരം ചെയ്യുന്നവരെ അഭിവാദ്യം ചെയ്തുകൊണ്ടൊക്കെയാണ് അദ്ദേഹത്തിന്റെ യാത്രയുണ്ടായിരുന്നത്. ഇവിടെ മറ്റെന്തെങ്കിലും പരിപാടികൾ, ഇതൊരു പൊതുപരിപാടി കൂടി ആയതുകൊണ്ട് മറ്റെന്തെങ്കിലും പരിപാടികൾ അദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ടോ? സുരക്ഷാ സംവിധാനം അത് എത്രത്തോളം ശക്തമാണ്? ഇവിടെ ഒരേ ഒരു പരിപാടിയിൽ മാത്രമാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. അതിനുശേഷം അദ്ദേഹം തൃശ്ശൂരിലേക്ക് തന്നെ മടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലയിൽ മറ്റ് ക്രമീകരണങ്ങളൊന്നും കൂടുതൽ ഏർപ്പെടുത്തിയിട്ടില്ല. കാരണം പൊന്നാനി മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു പരിപാടിയിൽ. അദ്ദേഹം പൊന്നാനിയിൽ എത്തുന്നില്ല. പൊന്നാനിക്ക് മുൻപാണ് എറണാകുളം, ചാവക്കാട് കഴിഞ്ഞുള്ള ഒരു പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു മേഖലയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം തൃശ്ശൂരിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ശരി, നന്ദി അനുമോദ്. ശിവസേന MLA-മാരുടെ അയോഗ്യതാ തർക്കത്തിൽ മഹാരാഷ്ട്ര സ്പീക്കർ ഇന്ന് തീരുമാനമെടുക്കും. അയോഗ്യതാ ഹർജികളിൽ തീർപ്പ് കൽപ്പിക്കാൻ സുപ്രീംകോടതി മഹാരാഷ്ട്ര സ്പീക്കർ രാഹുൽ നർവേക്കർക്ക് അനുവദിച്ച സമയപരിധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. രാകേഷ് ചേർന്നു. രാകേഷ്, വിശദാംശങ്ങൾ.
ഇടവേള. ഈ പരിപാടി നിർത്തപ്പെട്ടതാണ്. അദ്ദേഹം സമരത്തിൽ പങ്കെടുത്ത പ്രതികളെ, അക്രമം കാണിച്ച പ്രതികളായ യൂത്ത് കോൺഗ്രസുകാരെ ആരെയും തന്നെ ആ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു ശ്രമവും നടത്തിയിരുന്നില്ല. അതായിരുന്നു സമരം സംഘടിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്തം. അതിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതി ഈ കേസിലെ അദ്ദേഹത്തിന്റെ മുന്നിൽ നടക്കുന്ന അക്രമങ്ങളെ തടയുന്നതിന് വേണ്ടിയുള്ള യാതൊരു ശ്രമവും നടത്തിയില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം. രണ്ടാമത്തത്, ഇതിന്റെ ഈ സംഭവങ്ങൾ 3 കേസുകളാണ് ആ സംഭവത്തിൽ ഉണ്ടായത്. ആ സമയത്തുള്ള 3 കേസ് നടക്കുന്ന സമയത്തും പ്രതിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. പ്രതിയുടെ പ്രേരണയിലാണ് മറ്റുള്ള സമരം ചെയ്യാൻ വന്ന മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അക്രമം നടത്തിയത് എന്നുള്ളതായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട്. ഈ ഭാഗം ഞങ്ങൾ കോടതിയിൽ ഉന്നയിക്കുകയാണ് ഉണ്ടായത്. പിന്നെ മെഡിക്കൽ റിപ്പോർട്ടാണ് അന്തിമമായ ചർച്ചയിൽ വന്നത്. അതിൽ ഞങ്ങൾ ഉന്നയിച്ച വാദം ഏറ്റവും അവസാനം എടുത്ത മെഡിക്കൽ റിപ്പോർട്ട് വേണം ജാമ്യത്തിന് പരിഗണിക്കേണ്ടതെന്നുള്ളതാണ്. പ്രതി കിംസിൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ കാണിച്ചാണ് വാദം ഉന്നയിച്ചത്. പക്ഷേ ആ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് ശേഷവും പ്രതി പല പൊതുപരിപാടികളിലും നേരിട്ട് പങ്കെടുക്കുന്നതായിട്ടും മറ്റു സ്ഥലങ്ങളിൽ പോയി യൂത്ത് കോൺഗ്രസിന്റെ ചുമതലയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതായും ഉള്ള റിപ്പോർട്ട് നമ്മൾ കോടതിയിൽ ഹാജരാക്കി. അപ്പോൾ അതിലുകൊണ്ട് മെഡിക്കലി ഫിറ്റ് ആണ് എന്നുള്ള ഒരു വാദമാണ് ഉന്നയിച്ചത്. അതിനുവേണ്ടി ഏറ്റവും പുതിയ മെഡിക്കൽ റിപ്പോർട്ട് എടുക്കണം എന്ന വാദം ഞങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. അതനുസരിച്ചാണ് കോടതി വീണ്ടും ഈ പ്രതിയെ ഒരിക്കൽ കൂടി മെഡിക്കൽ പരിശോധന നടത്തുന്നതിന് വേണ്ടി തയ്യാറായത്. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡിൽ വിട്ടിരിക്കുന്നു. ജാമ്യാപേക്ഷ കോടതി തള്ളുകയാണ് ചെയ്തിരിക്കുന്നത്. വി വിനോദ് ചേർന്നു. വിനോദ്, ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ള പരിശോധനാ ഫലം വന്നതോടുകൂടി സ്വാഭാവികമായിട്ട് റിമാൻഡ് ചെയ്യാനുള്ള സാധ്യത തന്നെ നേരത്തെ വിലയിരുത്തപ്പെട്ടതാണ്. ആ രീതിയിലേക്ക് കോടതി കടന്നിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലേക്ക് ജയിലിലേക്ക് പോവുകയാണ്. 22 വരെയാണ്, 14 ദിവസത്തെ റിമാൻഡാണ് കോടതി ഇപ്പോൾ ഉത്തരവായി പറഞ്ഞിരിക്കുന്നത്. പൊതുമുതൽ നശിപ്പിച്ചു, ഉദ്യോഗസ്ഥരെ അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, അവരുടെ ദേഹോദ്രവം, ഗുരുതരമായ മുറിവ് ഉണ്ടാക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് എഫ്ഐആറിന്റെ ഭാഗമായി ചുമത്തിയിരുന്നത്. ഇതെല്ലാം തന്നെ കോടതി അംഗീകരിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയതിന്റെ പേരിൽ 22 വരെ 14 ദിവസത്തെ റിമാൻഡിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പോകുന്നു. വലിയ വാദപ്രതിവാദമാണ് ഇന്ന് കോടതി മുറിയിൽ നടന്നത്. നാടകീയമായിരുന്നു രാവിലത്തെ സംഭവങ്ങൾ. രാവിലെ 5:30 മണിയോടെ, പുലർച്ചെ 5:30-ക്ക് അടൂരിലെ വസതിയിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തെ കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അവിടെ തന്നെ അറസ്റ്റ്, തുടർന്ന് കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. തുടർന്ന് ഫോർട്ട് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ വൈദ്യപരിശോധന പൂർത്തിയാക്കി CJM 3-ലേക്ക് കൊണ്ടുവന്നു. വലിയ വാദപ്രതിവാദം, അതായത് നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടെന്ന കാര്യമാണ് ഒന്നാമത് പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചത്. നോട്ടീസ് നൽകിയിരുന്നില്ല, സ്റ്റേഷനിൽ എത്തിച്ചാണ് ഈ നടപടിക്രമം പൂർത്തിയാക്കിയത്. അങ്ങനെയുള്ള ഈ കേസിന്റെ നടത്തിപ്പിലെ ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിച്ച നടപടികളിലെ പിശകുകൾ എന്ന തരത്തിൽ പ്രതിഭാഗം ഉന്നയിച്ചു. മറ്റൊന്ന് പ്രധാനമായും പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരോഗ്യസ്ഥിതിയാണ്. ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിന് ശേഷമുണ്ടായ ആ ഒരു സംഘർഷത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ബ്ലഡ് തലയിൽ ക്ലോട്ട് ചെയ്തിട്ടുണ്ടെന്ന കാര്യം പറയുകയും ചെയ്തു. അതിന്റെ ചികിത്സയാണ് സ്വകാര്യ ആശുപത്രിയിൽ തേടിയതെന്ന കാര്യവും പറഞ്ഞു. തുടർന്നാണ് വീണ്ടും വൈദ്യപരിശോധന നടത്താൻ കോടതി നിർദ്ദേശിച്ചത്. ജനറൽ ആശുപത്രിയിലായിരുന്നു ഈ വൈദ്യപരിശോധന. ആ വൈദ്യപരിശോധനയുടെ റിസൾട്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന തരത്തിലായിരുന്നു. ആ റിപ്പോർട്ട് പരിഗണിച്ചു എന്ന് വേണം നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ. അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി കോടതി പരിഗണിച്ചത്. അതിനുശേഷം ഈ പറഞ്ഞതുപോലുള്ള കുറ്റകൃത്യങ്ങൾ അത് സമർത്ഥിക്കാൻ പ്രോസിക്യൂഷന് കഴിയുകയും ചെയ്തു എന്നതാണ്. കാരണം രാഹുലിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. സ്ത്രീകളെ മുന്നിൽ നിർത്തി പട്ടിക കൊണ്ട് പോലീസിനെ മർദ്ദിച്ചു. ഇതിന്റെ ദൃശ്യങ്ങളുണ്ട്. പ്രവർത്തകരെ അവരെ പ്രകോപിപ്പിച്ച് ഈ സംഘർഷത്തിലേക്ക് തള്ളിവിട്ടത് പോലീസിനെ ആക്രമിക്കുന്നു. ജോസഫ് കല്ലറങ്ങാട്ടിനെയാണ് രഹസ്യ ബാലറ്റിലൂടെ തെരഞ്ഞെടുത്തതെന്നാണ് സൂചന. വത്തിക്കാന്റെ അനുമതി ലഭിച്ചാൽ ഉടനെ പ്രഖ്യാപനമുണ്ടാകും. കുർബാന ഏകീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക പുതിയ നേതൃത്വമായിരിക്കും. ഡാനി പോൾ ചേരുന്നു. ഡാനി, വിശദാംശങ്ങൾ.
ധന്യ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തതായുള്ള വിവരം, പേര് കൃത്യമായി തന്നെ ഇന്നലെ തന്നെ വത്തിക്കാൻ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് വത്തിക്കാനിൽ നിന്നുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച സഭയുടെ തലത്തിലുള്ള ഔദ്യോഗികമായൊരു പ്രഖ്യാപനം സിനഡ് അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് കടക്കുന്ന ഈ സമയത്ത് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി സഭയുടെ സിറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെൻറ്റ് തോമസിൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പൊതുവിലും പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള സാങ്കേതികപരമായ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ദിവസത്തേക്കെങ്കിലും നീട്ടിവെച്ചേക്കാം. എങ്കിലും ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ്. സഭയുടെ പുതിയ തലവനെ തിരഞ്ഞെടുത്താൽ അതിൻ്റെ കീഴ്വഴക്ക പ്രകാരം സഭയുടെ സ്ഥാനിക ദേവാലയമായ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ, എറണാകുളം സെൻറ്റ് മേരീസ് കത്തീഡ്രലിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ളൊരു കത്തീഡ്രൽ ബസിലിക്കയിലായിരിക്കും ഇത് സംബന്ധിച്ച കുർബാന അടക്കമുള്ള കാര്യങ്ങൾ, സ്ഥാനാരോഹണം അടക്കമുള്ള കാര്യങ്ങളടക്കം നടക്കേണ്ടത്. ഇതിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് കടന്നിട്ടില്ല. എങ്കിലും അറിയാൻ കഴിയുന്നത് പാലയുടെ നിലവിലെ രൂപത അധ്യക്ഷനായ ജോസഫ് കല്ലറങ്ങാട്ടായിരിക്കും, ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടായിരിക്കും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പദവിയിലേക്ക് വരിക എന്നതൊരു വിവരമാണ് ലഭിക്കുന്നത്. ഔദ്യോഗികമായൊരു സ്ഥിരീകരണമാണ് ഇത് സംബന്ധിച്ച് അതിന് ലഭിക്കേണ്ടത്. ധന്യവാദം. മകരവിളക്കിനോടനുബന്ധിച്ച് ശബരിമലയിൽ സുരക്ഷ ശക്തമാക്കാൻ പോലീസ്. സുരക്ഷാ ഡ്യൂട്ടിക്കായി 2500 പോലീസുകാരെ നിയോഗിച്ചു. സ്പെഷ്യൽ ഓഫീസർ സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ ക്രമീകരണങ്ങൾ പരിശോധിച്ചു. സുരക്ഷിതമായി മകരജ്യോതി ദർശിക്കാൻ സൗകര്യമൊരുക്കുകയാണ് ലക്ഷ്യം. ഇതിനായി തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മകരവിളക്കിനോട് അനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളെല്ലാം തകൃതിയായി നടക്കുകയാണ് സന്നിധാനത്ത്. പ്രത്യേകിച്ചും പോലീസിന്റെ ഭാഗത്തു നിന്ന് സുരക്ഷ ശക്തമാക്കുന്ന നടപടികളുണ്ട്. 50,000 പേരായി 14-ാം തീയതിയും 40,000 പേരായി 15-ാം തീയതിയും തീർത്ഥാടകരുടെ എണ്ണം നിജപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഈ ദിവസങ്ങളിൽ പ്രായമായവരും കുട്ടികളും ഒന്നും ദർശനത്തിന് എത്തരുത് എന്നാണ്, എത്തുന്നത് ഒഴിവാക്കണമെന്നാണ് ദേവസ്വം ബോർഡ് അഭ്യർത്ഥിക്കുന്നത്. 16 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ നിയന്ത്രണം ഉണ്ടാകില്ല. അതേസമയം സന്നിധാനത്ത് പോലീസിന്റെ പുതിയ ബാച്ച് ചുമതലയേറ്റിട്ടുണ്ട്. 2500 പോലീസുകാരെയാണ് സുരക്ഷാ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത്. SOI സുജിത് ദാസ് ചുമതലയേറ്റു. ഇന്ന് അദ്ദേഹം സന്നിധാനത്ത് പരിശോധനകൾ നടത്തുകയുണ്ടായി. വൈകുന്നേരം വരെ പരിശോധനകൾ തുടരും. കാരണം സുരക്ഷ ശക്തമാക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ വ്യൂ പോയിന്റുകൾ സജ്ജീകരിക്കേണ്ടതുണ്ട്. എവിടെയെല്ലാം തീർത്ഥാടകർ മകരവിളക്ക് കാണാൻ കൂട്ടമായി നിൽക്കും എന്നുള്ളതിനനുസരിച്ച് അത്തരം ഭാഗങ്ങളിൽ ഏത് തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആലോചനകൾ ഉണ്ട്. ഇന്ന് ദേവസ്വവും പോലീസും ചേർന്ന് യോഗങ്ങൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ വിശകലനങ്ങളും അവലോകനങ്ങളും നടക്കും. ഏത് തരത്തിൽ സുരക്ഷ ശക്തമാക്കാം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളിൽ ആലോചനകൾ ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള നിയന്ത്രണങ്ങളും മറ്റു കാര്യങ്ങളും തയ്യാറാക്കും. വ്യൂ പോയിന്റുകൾ തയ്യാറാക്കുന്ന നടപടികൾക്കും തുടക്കമായിട്ടുണ്ട്. അയോധ്യ ഒരുങ്ങുന്നു. അയോധ്യയിലെ പ്രതിഷ്ഠയ്ക്കായി റെക്കോർഡ് അളവിൽ ഹൽവയൊരുക്കുന്നു. നാഗ്പൂർ സ്വദേശിയായ സെലിബ്രിറ്റി ഷെഫ് വിഷ്ണു മനോഹറാണ് പാചകം. ഒരൊറ്റ പാത്രത്തിൽ നിന്നായി 8000 കിലോഗ്രാം ഹൽവയാണ് നിർമ്മിക്കുക. ഇതിന്റെ ഒരു ഭാഗം ഭഗവാന് മുമ്പിൽ നേദിക്കുകയും ചെയ്യും. ലോകത്താദ്യമായാണ് ഒരൊറ്റ പാത്രത്തിൽ ഇത്രയേറെ അളവിൽ ഹൽവ നിർമ്മിക്കുന്നത്. ഇതാദ്യമായല്ല വിഷ്ണു മനോഹർ ഇത്തരത്തിലൊരു റെക്കോർഡ് പരിശ്രമം ഏറ്റെടുക്കുന്നത്. ഹൽവ തയ്യാറാക്കുന്നതിനായി വിഷ്ണുവും കൂട്ടരും ഉടൻ തന്നെ അയോധ്യയിലേക്ക് തിരിക്കും. ഹൽവ നിർമ്മിക്കാൻ ലഭിച്ച അവസരം നിയോഗമായാണ് വിഷ്ണു കാണുന്നത്. अयोध्या जाने से पहले कढ़ाई जाएगी रामटेक में गढ़ मंदिर में 5000 किलो का हलवा बनाएंगे. उसके बाद 22 तारीख को 6000 किलो का हलवा हम कुराड़ी के मंदिर में बनाएंगे और वहाँ से फिर डायरेक्टली अयोध्या वो बनेगा 7 से 8000 किलो का हलवा. और पहले तो रिकॉर्ड बनाने का कोई चक्कर था नहीं. നിരവധി പ്രതിസന്ധികൾ മറികടന്നാണ് ഇത്തരമൊരു ശ്രമത്തിന് ഒരുങ്ങുന്നത്. ഇതിൽ പിഴവിന് ഇടമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വിഷ്ണുവിന്റെ നീക്കം. महसूस तो बहुत बढ़िया कर रहा हूँ. जब 22 तारीख डिक्लेयर हुई उसी से मैंने ठान लिया कि हमें भोग तो चढ़ाना है. तो मैंने फिर वहाँ के पदाधिकारियों को मेरा निवेदन दिया कि भाई मेरी ऐसी इच्छा है. तो उन्होंने भी हाँ कर दी और फिर हमने नई कढ़ाई की एक योजना बनाई
अभी की जो कढ़ाई है वो 10 बाय 10 की है, नई कढ़ाई 15 फीट की होगी, जिसकी कैपेसिटी जो है 15,000 लीटर होगी। तो 15,000 लीटर में तकरीबन 7 से 8,000 किलो हलवा बनेगा। ये कढ़ाई 17-18 तारीख तक तैयार हो जाएगी। जैसे कढ़ाई तैयार हुई 20 तारीख को इसकी जो एक रैली निकलेगी, कढ़ाई ले जाएंगे हम महल, जहाँ से कार सेवकों का आखिरी का जत्था गया था, तो वहाँ पर वो कढ़ाई जाएगी, विधिवत उसका पूजन होगा। തയ്യാറാക്കുന്ന ഹൽവയുടെ ഒരു ഭാഗം ഭഗവാന് മുന്നിൽ നേദിക്കും. ശേഷം അവിടെ എത്തുന്ന അതിഥികൾക്ക് വിതരണം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഡെസേർട്ട് ക്യാമ്പുമായി ICL ഗ്രൂപ്പ് ദുബായിലെ അൽ അവീർ റീജിയനിൽ 3000 അതിഥികളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള വിശാലമായ ഡെസേർട്ട് ക്യാമ്പാണ് ICL ലാമ ടൂറിസം ലോഞ്ച് ചെയ്തത്. വിനോദം, ഷോപ്പിംഗ്, ഗെയിംസ്, ഭക്ഷണം എന്നിവ കോർത്തിണക്കിയ പദ്ധതി ദുബായ് ടൂറിസത്തിന് നാഴികക്കല്ലായിരിക്കും. ഉദ്ഘാടന ചടങ്ങിൽ UAE മുൻ ജലപരിസ്ഥിതി മന്ത്രി ഹിസ് എക്സലൻസി ഡോക്ടർ മുഹമ്മദ് സയ്യിദ് അൽ കിന്ദി അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്തു. ഡോക്ടർ മുഹമ്മദ് സയ്യിദ് അൽ കിന്ദിയും ICL ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് CMD അഡ്വക്കേറ്റ് KG അനിൽകുമാറും ചേർന്ന് പുതിയ ICL ലാമ ടൂറിസം ലോഗോ പ്രകാശനം ചെയ്തു. അലി താനി അലി ബിൻ ഗുലൈറ്റ, അൽ മഹൈരി, അഹമ്മദ് ലാംറൂയി, ഉമ അനിൽകുമാർ, അമൽജിത്ത് A മേനോൻ, അബ്ദുള്ള ജുമ അൽ ഷർഖി, തമീം അബൂബക്കർ, ഫാത്തിമ സുഹറ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.